പ്രേക്ഷകരെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ മരണ വാർത്ത പുറത്തു വന്നിട്ട് കുറച്ചു നാളുകളായി. സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച വാർത്തയായിരുന്നു അത്. കലാഭവൻ നവാസിന്റെ വിയോഗം. കലാഭവൻ നവാസിന്റെ മരണ വാർത്ത കേട്ട് പ്രേക്ഷകരും മലയാളികളും സിനിമാ പ്രവർത്തകരും എല്ലാം അമ്പരന്ന് പോയിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയായിരുന്നു ഒരു മരണ വാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. താരജോഡികൾ ആണെങ്കിലും 18 വർഷത്തിന് ശേഷമാണ് കലാഭവൻ നവാസും ഭാര്യ രഹ്നയും ഒന്നിച്ചഭിനയിക്കുന്നത്. ഇരുവരും ഒന്നിച്ചഭിനയിച്ച സിനിമയായിരുന്നു ഈര. ചിത്രത്തിൽ മികച്ച നടനുള്ള അവാർഡും രഹ്നയ്ക്ക് ലഭിച്ചിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഈ കാര്യം സോഷ്യൽ മീഡിയ വഴി തന്നെ ഫേസ്ബുക്ക് പേജ് വഴി രഹ്നയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു നവാസിക്ക് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ രഹ്ന പറഞ്ഞത്. അത്രമേൽ ഇഷ്ടമായിരുന്നു, അത്രമേൽ സ്നേഹിക്കുന്ന ദമ്പതികളായിരുന്നു നവാസും രഹ്നയും. ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് രഹ്നയുമായി ഒന്നിച്ചഭിനയിക്കണം എന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും നവാസ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീലാകാശ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നവാസ് ആദ്യമായി നായിക വേഷം ചെയ്യുന്നത്. രഹ്നയായിരുന്നു അതിന്റെ നായിക. ഇരുവരുടെയും ആദ്യ ചിത്രം തന്നെയായിരുന്നു അത്. 2002 സിനിമ പുറത്തിറങ്ങിയത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. പുതുതായി പുറത്തിറങ്ങുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലായിരുന്നു ചോറ്റാനിക്കരയിൽ വെച്ച് നവാസ് എത്തിയത്. പുതുതായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു നവാസ്. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ഷൂട്ട് കഴിഞ്ഞ് നവാസിന് 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഫ്രഷ് ആവാൻ വേണ്ടി റൂമിൽ എത്തിയിരിക്കുകയായിരുന്നു നവാസ്. ഇതിനിടയിലാണ് താരത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നതും. ചുറ്റും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു. ആരും തന്നെ കാണാതെ ഹോട്ടൽ ജീവനക്കാരനെ ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ നിലത്ത് കിടക്കുന്നത് കാണുന്നത്. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തെല്ലാം നവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞത്. നവാസിന് മുമ്പ് ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. പൊട്ടിക്കരയുന്ന രഹ്നയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. പൊട്ടിക്കരയുന്ന രഹ്നയുടെ BP ലോ ആയി ആശുപത്രി പ്രവേശിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഒരു വിയോഗം. യാതൊരുവിധ പ്രശ്നമില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയുള്ള വിയോഗത്തിൽ കേരളം മുഴുവൻ ദുഃഖത്തിൽ തന്നെയാണ്. തന്റെ കൂടെയുള്ളവർ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാർത്ത. അത്രമേൽ പ്രിയപ്പെട്ട രഹ്നയ്ക്ക് പിന്നെ എങ്ങനെ ഇതെല്ലാം തന്നെ താങ്ങാനും രഹ്ന ആകെ തകർന്നു പോയിട്ടുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ 3 മക്കളും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് നവാസിന്റെ വിയോഗം. കേരളത്തിലെ എല്ലാവരും തന്നെ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് നവാസിനെ ഇഷ്ടമായിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.